ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ് അരീനയുടെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ. ഇന്ന് 2024 സെപ്റ്റംബർ 3 ചൊവ്വാഴ്ചയാണ്. ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. അപ്പോൾ എനിക്ക് ഒത്തിരി പേരുടെ മെസ്സേജുകൾ വരുന്നുണ്ടായിരുന്നു. എന്ത് പറ്റി, പ്രീ മാർക്കറ്റ് റിപ്പോർട്ടോ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടോ ഒന്നും തന്നെ കാണുന്നില്ലല്ലോ, എന്ത് പറ്റി, പരിപാടി നിർത്തിയോ എന്ന് ചോദിച്ചിട്ട്. പരിപാടി നിർത്തിയതല്ല, എനിക്ക് പനി പിടിച്ചിട്ട് സംസാരിക്കാൻ പോലും പറ്റാത്ത രീതിയിലേക്ക് ഭയങ്കര ബുദ്ധിമുട്ടിലായിപ്പോയതാണ്. അപ്പോൾ ഇപ്പോൾ എല്ലാം ഓക്കെയാണ്. ശബ്ദത്തിന് ചെറിയൊരു പ്രശ്നമുണ്ട്, എന്നാലും കൂടി ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് ഞാൻ താൽക്കാലികമായിട്ടൊന്ന് നിർത്തിയതാണ്. കാരണം ഒരുപാട് പേരുടെ നെഗറ്റീവ് കമൻറ്റ് കേട്ടപ്പോൾ ഞാനും ഒന്ന് ആലോചിച്ചു. അവരൊക്കെ പറഞ്ഞത് ഇതൊക്കെ ഒരു മിനിറ്റ് കൊണ്ട് ഗൂഗിൾ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, എന്തിനാണ് ആൾക്കാരുടെ സമയം ഇങ്ങനെ കളയുന്നത് എന്നാണ് അതിനകത്ത് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയ ഒരു കമൻ്റ് ഉണ്ടായിരുന്നത്. സ്വാഭാവികമായിട്ടും ഞാനും ആലോചിച്ചു, ഞാൻ ആൾക്കാർക്ക് ഉപകാരം കിട്ടും, ആർക്കെങ്കിലും ഉപകാരപ്പെടുമെന്ന് ചിന്തിച്ച് മാത്രമാണ് ഞാനത് ചെയ്തുകൊണ്ടിരുന്നത്. അതിന് മാത്രമല്ല, വൈകുന്നേരം ഏകദേശം ഒരു 5:30 to 6 ഞാൻ ഇതിൻ്റെ മുന്നിൽ ന്യൂസ് കളക്ട് ചെയ്യാനും ഒരുപാട് കാര്യങ്ങൾക്കായിട്ട് അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും. ഏകദേശം US മാർക്കറ്റ് ഓപ്പൺ ചെയ്തതിന് ശേഷമാണ് റെക്കോർഡ് ചെയ്യുക. അങ്ങനെ എന്തായാലും ഈവനിങ്ങിൽ ഒരു 2 മണിക്കൂർ നേരത്തിലധികം ഞാൻ അതിനായിട്ട് ശരിക്കും സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് ഡാറ്റ കളക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കമൻറ്റുകൾ വന്നപ്പോൾ ഞാനും ആലോചിച്ചത് അതാണ്, എന്തിനാണ് വെറുതെ ഞാനിങ്ങനെ കഷ്ടപ്പെടുന്നത്, ആർക്കൊരു ഉപകാരമില്ലാത്തൊരു കാര്യം. ഇതെന്ന് പിന്നെ യൂട്യൂബേഴ്സ് ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട്, അവർക്ക് റവന്യൂ കിട്ടാൻ വേണ്ടി. എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഒരു ലക്ഷ്യവും ഇതിന്നില്ല, ആൾക്കാർക്ക് ഉപകാരപ്പെടണം എന്നേ ഉള്ളൂ. അപ്പോൾ ഒരാൾക്കും ഉപകാരപ്പെടുന്നില്ല, എനിക്ക് പ്രത്യേകിച്ച് അതുകൊണ്ടൊരു ഗുണവും ഇല്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാണ് അത് ചെയ്യുന്നതെന്ന് ആലോചിച്ചു. അങ്ങനെ ആ വീഡിയോ നിർത്തി ഞാൻ അത്യാവശ്യം സന്ധ്യയൊക്കെ പുറത്തോട്ടൊക്കെ ഇറങ്ങാൻ തുടങ്ങി, കൂട്ടുകാരെ കാണാൻ തുടങ്ങി, സിറ്റിയിൽ പോകാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാരുമായിട്ട് ഇൻറ്ററാക്ഷൻ, എനിക്ക് ഒരുപാട് മനസ്സിന് റിലാക്സേഷൻ കിട്ടാൻ തുടങ്ങി. എനിക്ക് ഇപ്പോഴാണ്, ഞാൻ ഇതുവരെ അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല, ഒരാൾക്ക് ഉപകാരപ്പെടുന്നില്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്യരുതായിരുന്നു എന്ന് എനിക്ക് മനസ്സിലായത്. സോ അതവിടെ നമുക്ക് വിട്ടേക്കാം. മോർണിംഗ് ഇപ്പോൾ രാവിലെയുള്ള പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് അത് ഞാൻ എന്തായാലും ഈ സമയത്ത് എണീറ്റിട്ട് എൻ്റെ കാര്യങ്ങൾ എല്ലാം ഇന്നത്തേക്ക് വേണ്ട കാര്യങ്ങൾ എഴുതി വയ്ക്കുന്നതാണ്. അതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. സോ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട് അതങ്ങനെ തന്നെ പോട്ടെ. പിന്നെ നെഗറ്റീവും പോസിറ്റീവും റിവ്യൂസും ക്രിറ്റിക്സും ഒക്കെ ഉണ്ടാവും. പക്ഷേ വളരെയധികം ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, കുടുംബക്കാരെ വേദനിപ്പിക്കുന്ന രീതിയിൽ തെറി വിളിച്ചുകൊണ്ടൊക്കെ ഒരു പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിന് ആൾക്കാർ കമൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും. സോ അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി എന്നെ ബുദ്ധിമുട്ടിച്ചിട്ടുള്ള കാര്യം. അത് ആരൊക്കെ തന്നെ ആയിക്കഴിഞ്ഞാൽ അവരുടെയൊക്കെ യൂട്യൂബ് ചാനലൊക്കെ ഞാൻ പോയി നോക്കിയിട്ടുണ്ട്. ബട്ട് ആരോടും പരാതിയും പരിഭവങ്ങളൊന്നുമില്ല. പക്ഷേ എനിക്ക് തിരിച്ചറിവുണ്ടാക്കി തന്നത് ആ ഒരു നെഗറ്റീവ് കമൻ്റാണ്. സോ അങ്ങനെയുള്ള പൊട്ടത്തരങ്ങൾ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഭാവിയിൽ, അതായത് നാട്ടുകാർക്ക് ഉപകാരപ്പെടണം എന്ന് കരുതി നമ്മൾ ഇറങ്ങി പുറപ്പെടുന്നതിന് മുൻപേ ഇത് നമുക്ക് കുടുംബത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാവുമോ എന്ന കാര്യം ഒന്നുകൂടി ചിന്തിക്കുന്നതായിരിക്കും ഏവർക്കും നല്ലത്. അല്ലെങ്കിൽ ഇത്തരക്കാരുടെ ഇടയിൽ ചെന്ന് പെട്ടിട്ട് നമ്മുടെ സമയവും എല്ലാം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടാവും. ഓക്കെ, അത് വാട്ട് എവർ ഇറ്റ് ഈസ്, അത് പോട്ടെ, അത് ഞാൻ വിട്ട് കഴിഞ്ഞ സംഭവമാണ്. പിന്നെ എനിക്ക് വാട്സപ്പ് നമ്പർ ഇവിടെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്, എല്ലാവരും മെസ്സേജ് അയക്കും, ഞാൻ അതിനൊക്കെ മറുപടിയും കൊടുക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പേഴ്സണാലിറ്റി ആയതുകൊണ്ട് തന്നെ എനിക്ക് കാര്യങ്ങൾ ഓപ്പണായി സംസാരിച്ചിട്ട് മാത്രമേ ശീലമുള്ളൂ. ഓക്കെ, ഇന്ന് ഗിഫ്റ്റ് നിഫ്റ്റി ഒരു ബെയറിഷ് മൂവ്മെൻ്റ് ആണ് കാണിക്കുന്നത്. രാവിലെ തന്നെ ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് എന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ഓപ്പണായ സ്ഥലത്ത് നിന്ന് താഴോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ദെൻ ഏറ്റവും വിവാദപരമായ ഒരു വാർത്ത ഇന്നലെ വന്നതാണ്. അതായത് നമ്മുടെ സെബി ചെയർപേഴ്സണെതിരെ 16 കോടിയിലധികം രൂപ 2017 മുതൽ ICICI ബാങ്കിൽ നിന്നും അതിൻ്റെ സഹസ്ഥാപനങ്ങളിൽ നിന്നും ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളായിട്ട് വാങ്ങിച്ചെടുത്തിട്ടുണ്ട് എന്ന ഒരു വാർത്തയുണ്ടായിരുന്നു ഇന്നലെ. അപ്പോൾ ഇന്ന് ICICI ബാങ്കും അതിൻ്റെ ഗ്രൂപ്പുകളും അത് നിഷേധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സംഭവം ഞങ്ങൾ കൊടുത്തിട്ടില്ല, 2017 ശേഷം കൊടുത്തിട്ടില്ല എന്ന രീതിയിൽ അവർ ക്ലിയർ ചെയ്തിട്ടുണ്ട്. സോ നോക്കാം മാർക്കറ്റ് ഇതിനോട് എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത്. ദെൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം ഇവിടെയാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ, അതായത് ബ്രോക്കറേജ് ഫേംസ്, സരോദ പോലെയുള്ള, എനിക്കും വന്നിട്ടുണ്ട് മെയിൽ. അതായത് അവർ ഇനി മുതൽ, അതായത് ഈ റഫറൽ നമ്മൾ ത്രൂ വേറൊരാൾ സരോദയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അവർ ബ്രോക്കറേജ് എത്രയാണോ ട്രേഡ് ചെയ്യുന്നത്, ആ ട്രേഡ് ചെയ്യുന്നതിൻ്റെ ബ്രോക്കറേജിൽ ഒരു സർട്ടൻ പെർസെൻറ്റേജ് ഈ റഫർ ചെയ്ത ആളിനെ പേ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ട്. പക്ഷേ
ഞാനൊക്കെ കരുതിയത് ഇത് കിട്ടിയാലും എന്താ പറയുക ഒരു മാസത്തിൽ ഒരു 500 രൂപയോ അല്ലെങ്കിൽ മാക്സിമം പോയ 1000 രൂപയൊക്കെയല്ലേ കിട്ടുള്ളൂ എന്നുള്ളത്. പക്ഷേ ലക്ഷങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന യൂട്യൂബേഴ്സ് ഉണ്ട്. അവരൊക്കെ ഇനി വീട്ടിലിരിക്കും. വളരെ നീറ്റായിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള യൂട്യൂബ് ചാനൽസ് മാത്രം, അതായത് നോൺ പ്രോഫിറ്റബിൾ ആയിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ലാഭേച്ഛ ഇല്ലാതെ പ്രവർത്തിക്കുന്ന യൂട്യൂബ് ചാനൽസ് മാത്രമേ ഇനി നിങ്ങൾക്ക് മുന്നോട്ട് കാണാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ യൂട്യൂബിൽ നിന്ന് റവന്യൂ കിട്ടണം, അല്ലെങ്കിൽ ബ്രോക്കറുടെ റവന്യൂ കിട്ടണം. ഈ രണ്ട് സംഭവങ്ങൾ ലക്ഷ്യം വെച്ചാണ് യൂട്യൂബേഴ്സ് ഇങ്ങനെ ചെറപറ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ റഫറൽ ഇൻകം സ്റ്റോപ്പ് ആയതോടുകൂടി ഒരു 90% ഇനി അങ്ങോട്ട് ആ വഴിക്ക് അങ്ങ് നിന്ന് പോകും. കാരണം താല്പര്യം കുറയും, കാശ് വരവ് കുറയുമ്പോഴേ തീർച്ചയായിട്ടും അതൊരു കാര്യമാണ്. രണ്ടാമത്തേത് ഈ എന്താ പറയുക അനാവശ്യമായിട്ടുള്ള ഒച്ചപ്പാടുകൾ, ഈ ഓൺലൈൻ സോഷ്യൽ മീഡിയ രംഗത്ത് ഒച്ചപ്പാടുകൾ, സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒച്ചപ്പാടുകൾ കുറയും. കാരണം ഇനി ബ്രോക്കേഴ്സിനെ സജസ്റ്റ് ചെയ്യാൻ ആർക്കും വലിയ താല്പര്യം ഉണ്ടാവില്ല, റെഫർ ചെയ്യാൻ താല്പര്യം ഉണ്ടാവില്ല. കാരണം എന്താ പറഞ്ഞാൽ ഒന്നും കാര്യമില്ല, റെഫർ ചെയ്തിട്ട് കാശൊന്നും കിട്ടില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും റെഫർ ചെയ്യാൻ നിൽക്കില്ല. അതാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. സോ അതൊരു നല്ലൊരു തീരുമാനമാണ്. ഇത് സെബിയുടെ തീരുമാനമാണ്. ഇങ്ങനെ നോൺ രജിസ്റ്റേർഡ് ഇൻഡിവിജ്വൽസിന് അല്ലെങ്കിൽ റെഫറൽ ഇൻകം അങ്ങനെ കൊടുക്കരുത്, രജിസ്റ്റേർഡ് ഇൻഡിവിജ്വൽസ് ആയിട്ട് ഡീൽ ചെയ്യണം എന്ന രീതിയിൽ. അപ്പോൾ നോൺ രജിസ്റ്റേർഡ് ആയ ആൾക്കാർ പല കാര്യങ്ങളും പറഞ്ഞ ആൾക്കാരെ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നുണ്ട്. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. നല്ലൊരു തീരുമാനമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ദെൻ അടുത്തതും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. അതായത് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ നമുക്ക് വലിയ ഫീ കൊടുക്കേണ്ടി വരും എന്നുള്ള രീതിയിൽ ഒരു 4 ദിവസം മുമ്പ് മണി കൺട്രോളിൽ ഇങ്ങനെ ഒരു ഇത് സെബിയുടേതായിട്ടുള്ള ഒരു ഡിസ്കഷൻ ടോപ്പിക്ക് വന്നിട്ടുണ്ടായിരുന്നു. കാരണം അനാവശ്യമായിട്ട് വളരെ ചെറിയ കാശുള്ളവർ പോലും ഡെറിവേറ്റീവ് മാർക്കറ്റിൽ വന്നിട്ട് കാശ് കളയുന്ന ഒരവസ്ഥയുണ്ട്. അതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റ് ആക്സസ് ചെയ്യണമെങ്കിൽ ഒരു ലിമിറ്റഡ്, അതായത് ഒരു ഇത്രയും എമൗണ്ട് കയ്യിലുണ്ടായിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അത് ആക്സസ് ചെയ്യാൻ പറ്റില്ല. ആക്സസ് ചെയ്യുന്നതിനുള്ള ചാർജസ് ഒക്കെ വളരെ കൂടുതലായിരിക്കും. അപ്പോൾ അത്യാവശ്യം കോടികൾ കയ്യിലുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് സ്റ്റോക്ക് മാർക്കറ്റിൽ കളിക്കാൻ പറ്റുള്ളൂ എന്നൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ സാധാരണക്കാർ, ഒരു ഡെയിലി വേജസിന് പോകുന്ന ആൾക്കാർ ഇതിൽ വന്നിട്ട് കാശ് കളയുന്നത് അല്ലെങ്കിൽ കാശ് ഉണ്ടാക്കുന്നത്, അത് വാട്ടവർ നിങ്ങളുടെ മനസ്സിനനുസരിച്ച് ഞാൻ വിട്ടു, അവരെ അങ്ങോട്ട് മാറ്റി നിർത്താൻ പറ്റും. അപ്പോൾ ഒരു എന്താ പറയുക ഇൻസ്റ്റിറ്റ്യൂഷൻസിന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് മാർക്കറ്റിനെ കൊണ്ടുപോകാൻ സാധിക്കും എന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽസ് എന്ന് പറഞ്ഞാൽ അവർ ഓർഗനൈസ്ഡ് അല്ല. ഇപ്പം ഞാൻ മാർക്കറ്റ് മുകളിലോട്ടാണെന്ന് ചിന്തിക്കുമ്പോൾ വേറൊരാളത് സൈഡ് വൈസ് നീന്തിക്കുന്നു, മൂന്നാമത്തെ ആൾ താഴോട്ട് നീന്തിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആകുമ്പം ലിമിറ്റഡ് ആണ്, അതവർ കൃത്യമായ ഒരു ടെക്നിക്കലിൻ്റെ ബേസിലാണ് പോവുക. അപ്പോൾ മോസ്റ്റ് പ്രോബ്ലി എല്ലാവരുടെയും തീരുമാനം ഒരുപോലെ ആയിരിക്കും. ഇവിടെ ഇൻഡിവിജ്വൽസ് എന്ന് പറയുമ്പോൾ 100 പേര് താഴോട്ട് വലിക്കും, 100 പേര് മുകളിലോട്ട് വലിക്കും. ഇപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷൻസിനേക്കാൾ കൂടുതൽ റീറ്റെയിലേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ഒരു കൺട്രോളും അവരുടെ കയ്യിലില്ല, അവർക്ക് പ്രതീക്ഷിച്ച പോലെ പ്രോഫിറ്റ് ഉണ്ടാക്കാനും സാധിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഞാനിത് എപ്പോഴും എന്നോട് ഒത്തിരി പേര് നിങ്ങൾക്ക് എന്തിൻ്റെ കുഴപ്പമാണ് ഈ ബിസിനസ് തുടങ്ങാനൊക്കെ ആൾക്കാരോട് പറയുന്നത്. നമ്മൾ ഒരു ബിസിനസ്സായിട്ട് ഒരാൾ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് 100 പേരോട് ജയിക്കാൻ പറ്റില്ല. അയാൾ ചിലപ്പോൾ ഒരു 5 പേരെയോ 10 പേരെ ജയിച്ചു എന്ന് വരും, പിന്നീട് അയാളും അവിടെ രക്തസാക്ഷിയാവും. അതേപോലെ സ്റ്റോക്ക് മാർക്കറ്റിലും ഒരുപാട് ഒറ്റയ്ക്ക് നിന്ന് യുദ്ധം ചെയ്ത് മുന്നോട്ട് പോകും. കാരണം നമുക്ക് പ്രായം കൂടി വരികയാണ്. നമ്മൾ കാശ് നല്ലപോലെ ഉണ്ടാക്കുന്നുണ്ടാവും, പക്ഷേ നമുക്ക് പ്രായം കൂടി വരുമ്പോൾ പിന്നീട് നമുക്കത് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വരും. അവിടെയാണ് ഒരു ബിസിനസ് യൂണിറ്റിൻ്റെ പ്രത്യേകത. അവിടെ സ്റ്റാഫാണ് ഒരു കൃത്യമായ വർക്കിംഗ് പ്ലാനോട് കൂടി പോകുന്ന ഒരു കമ്പനിയിൽ അവിടുത്തെ സ്റ്റാഫ് കൃത്യമായി ഇൻവെസ്റ്റ് ചെയ്യുന്നു, അതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് കമ്പനിയിലേക്ക് വരുന്നു. അതിൻ്റെ ആരൊക്കെയാണ് നിക്ഷേപകർ, അവർക്ക് അതിൻ്റെ ഗുണം കിട്ടുന്നു. ഒരു രാത്രി കൊണ്ട് ലക്ഷങ്ങൾ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും ഗ്രാജുവലായിട്ട് നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുവരാൻ ഇത്തരം കമ്പനികളെ പറ്റും. സോ അതാണ് നമ്മളും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള ബിസിനസ് യൂണിറ്റുകളിൽ നിയമപ്രകാരം പ്രവർത്തിക്കുന്ന അഴിമതികളില്ലാത്ത ബിസിനസ് യൂണിറ്റുകളിൽ നിങ്ങൾ ഇപ്പം തന്നെ ജോയിൻ ചെയ്യുക. കാരണം ഇന്ത്യൻ മാർക്കറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ശൈശവ ദശയിലാണ്. അത് പൊട്ടി മുളച്ചിട്ട് ഒരു ഇല വന്നേ ഉള്ളൂ, വിത്ത് മുളച്ചിട്ട് ഒരു ഇല വന്നതേ ഉള്ളൂ. ഇനി അത് കാരണം 138 കോടി ജനങ്ങൾ ഇപ്പം തന്നെ ഉണ്ട്. അതിൽ 13 കോടി ജനങ്ങൾ വരുമ്പോൾ തന്നെ ഇപ്പോൾ ഇത്രയും ആശങ്കജനകമായ രീതിയിലേക്ക് മാർക്കറ്റിലേക്ക് മൂവ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു 50 കോടി ജനങ്ങളൊക്കെ ഈ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അപാരമായ രീതിയിലായിരിക്കും ഇവിടെ
നടക്കുക. സോ അതിൻ്റെ ഒരു ഭാഗമാകാൻ നിങ്ങൾ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഭാഗമായിട്ട് തന്നെ നിൽക്കുക. നിങ്ങൾ ഒറ്റക്കല്ല, നിങ്ങളൊരു ബിസിനസ്സായിട്ട് തന്നെ മാറുക. 1, 10, 100 പേര് ചേർന്നിട്ട് ജോയിൻ ചെയ്യുക. ആർക്കെങ്കിലും അങ്ങനെ ഞാനിപ്പം 2 ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അങ്ങനെ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഏതെങ്കിലും ഒന്നുകിൽ നിങ്ങളുടേതായ രീതിയിൽ ഫോം ചെയ്യുക, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരെണ്ണത്തിൽ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക. റൈറ്റ്. ദെൻ ഞങ്ങളിപ്പോൾ ഒരു കോപ്പി ട്രേഡിംഗ് പ്ലാറ്റ്ഫോം, അതിൻ്റെ എന്താ പറയുക, യാത്ര ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സംഭവമാണ്. രാവിലെ ലോഗിൻ ചെയ്യുക, എല്ലാം ക്ലോസ് ചെയ്ത് അവനവൻ്റെ പണിക്ക് പോവുക, വൈകുന്നേരം വന്നിട്ട് നോക്കുക എന്നുള്ള ഒരൊറ്റ ഇത് മാത്രമേ അതിനകത്തുള്ളൂ. അടിപൊളിയാണ് സംഭവം. നല്ല രസമാണ് ഈ ഒരു പരിപാടി. ഓരോരോ യൂസറിൻ്റെയും റിവ്യൂസ് കിട്ടുമ്പോൾ പ്രോഫിറ്റ് ഓർ ലോസ് അത് ഒരിക്കലും മുൻകൂട്ടി ഒന്നും പറയാൻ സാധിക്കില്ല. മാർക്കറ്റ് സിറ്റുവേഷൻ അനുസരിച്ചാണ് വരിക. പക്ഷേ ടെൻഷൻ ഫ്രീ ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് കാര്യങ്ങൾ പോകും എന്നത് മാത്രമാണ് ഇതിൽ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ. സോ ഇറ്റ്സ് ഗെറ്റിംഗ് ബിഗർ ആൻഡ് ബിഗർ. ഓക്കെ. സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യുന്നവർക്ക് ഇന്നലത്തേക്ക് ന്യൂസിൽ ഹൈലൈറ്റ് ചെയ്ത് വന്നിരുന്ന സ്റ്റോക്കുകൾ മെഡി അസിസ്റ്റ്, മാട്രിമോണി, ഹാല്, പ്രീമിയർ എനർജീസ്, ജെൻസോൾ എഞ്ചിനീയറിംഗ്, മുത്തൂറ്റ് ഫിനാൻസ്, ഇത്രയും സ്റ്റോക്കുകളായിരുന്നു ഇന്നലെ ന്യൂസിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ വോഡാഫോൺ ഐഡിയ പൊതുവേ ആ കമ്പനി കടത്തിലാണ്, വലിയ കടത്തിലാണ്. ഇപ്പോൾ 73 കോടിയുടെ GST അടക്കാൻ വേണ്ടിയിട്ട് അവർക്ക് നോട്ടീസും വന്നിട്ടുണ്ട്. എന്താ പറയുക, വല്ലാത്തൊരവസ്ഥയിലായിരിക്കും ആ കമ്പനി ഇപ്പോൾ പോകുന്നത്. ഒന്നാമതേ അത് 120 രൂപയോളം ഉണ്ടായിരുന്ന സ്റ്റോക്ക് പ്രൈസ് ഇപ്പോൾ 15 രൂപ ആ റേഞ്ചിലാണ് ട്രേഡ് നടക്കുന്നത്. ഇനി അത് വീണ്ടും ഇടിഞ്ഞു പോയാൽ എവിടെ എത്തും എന്നുള്ളത് കണ്ടറിയേണ്ടി വരും. സോ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് ക്ലിയർലി ഗ്രീനിലാണ്. യൂറോപ്യൻ മാർക്കറ്റ് ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. മറ്റ് ഇൻഡെക്സുകളും ഒരു മിക്സ്ഡ് ആയിട്ടുള്ള റെസ്പോൺസാണ്. ഇനി ഗിഫ്റ്റ് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്തത് 25,367 ഇന്ന് ഓപ്പൺ ആയിരിക്കുന്നത് 370 ഒരു 3 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് അപ്പ്. ദെൻ ഇപ്പോൾ കറൻ്റ്ലി ട്രേഡിംഗ് നടക്കുന്നത് 25,357 13 പോയിൻറ്റ് താഴെയാണ്. ഇതൊരു പക്ഷേ ഫർദർ താഴോട്ടോ മുള്ളോട്ടോ പോയിട്ടുണ്ടാവും. നിങ്ങളിത് കാണുമ്പോൾ ഏകദേശം ഒരു 3/4 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ടാവും. ദെൻ ഗ്ലോബൽ ഇവൻറ്റ്സ് നോക്കുകയാണെങ്കിൽ ജർമ്മനി BRC റീറ്റെയിൽ സെയിൽസ് മോണിറ്റർ ഇയർ ഓൺ ഇയർ, തുർക്കി ഇൻഫ്ലേഷൻ റേറ്റ് മന്ത് ഓൺ മന്ത്, ബ്രസീൽ GDP ഗ്രോത്ത് റേറ്റ് ഇയർ ഓൺ ഇയർ, US S&P ഗ്ലോബൽ മാനുഫാക്ചറിംഗ് PMI, US ISM മാനുഫാക്ചറിംഗ് PMI, ഇത്രയും ഡാറ്റകളാണ് ഇന്ന് പുറത്തു വരാനുള്ളത്. റിസൾട്ട് അനൗൺസ് ചെയ്യുന്ന കമ്പനികളുടെ അപ്ഡേറ്റ്സ് ഒന്നും തന്നെ വന്നിട്ടില്ല. FNO ബാനിൽ വന്നിരിക്കുന്ന ബാൽറാം ചിനി മിൽസ്, ഹിന്ദ് കോപ്പർ, ഈ 2 സ്റ്റോക്കുകളാണ്. ദെൻ ഇന്നലത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഇന്നലെ 1735 കോടിയുടെ ബൈങ് ആണ് ചെയ്തത്. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 356 കോടിയുടെ ബൈങ് ആണ് ചെയ്തത്. അങ്ങനെ 2091 കോടിയുടെ നെറ്റ് ബൈങ് ആണ് മാർക്കറ്റിൽ ഇന്നലെ നടന്നിട്ടുള്ളത്. ഈ മാസം ഇതുവരെയായിട്ട് 2091 തന്നെയാണ്. ഒരു ട്രേഡിംഗ് ഡേ മാത്രമേ നമുക്ക് സെപ്റ്റംബറിൽ കഴിഞ്ഞിട്ടുള്ളൂ. ദെൻ ഇന്നലത്തെ മാർക്കറ്റ് ഒന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഇന്നലെ 25,334 ഓപ്പൺ ആയിട്ട് 54 പോയിൻറ്റ് നഷ്ടത്തിൽ 25,279 ഓപ്പണായി. ക്ലോസ് ചെയ്തു. 25,279 ക്ലോസ് ചെയ്തു. കഴിഞ്ഞ 5 ദിവസം കൊണ്ട് നിഫ്റ്റിയിൽ 373 പോയിൻറ്റിൻ്റെ ഒരു മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. ഈ മാസം ഇപ്പോൾ 55 പോയിൻറ്റിൻ്റെ നഷ്ടം തന്നെയാണ്. ഇന്നലെ നിഫ്റ്റിയിൽ നാരോ CPR ആയിരുന്നു, വെർജിൻ CPR ആയിരുന്നു. ഇന്നും നാരോ CPR ആണ്. ഉറപ്പായിട്ടും ഇന്ന് ഒരു അടിപൊളി മൂവ്മെൻറ്റിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ദെൻ താഴോട്ട് പോവുകയാണെങ്കിൽ ഇന്ന് ഇന്ത്യ വിക്സ് ഓപ്പൺ ആകാൻ പോകുന്നത് 14.06 ദെൻ പുട്ട് കോൾ റേഷ്യോയിൽ 0.96 ആണ് നിഫ്റ്റിയുടെ പുട്ട് കോൾ റേഷ്യോ വന്നിട്ടുള്ളത്. 25,300 69 ലക്ഷമാണ് ഹയസ്റ്റ് കോൾ റേറ്റിംഗ് ഉള്ളത്. ഹയസ്റ്റ് പുട്ട് റേറ്റിംഗ് വന്നിരിക്കുന്നത് 25,074 ലക്ഷമാണ്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ ഇൻഡെക്സുകളെല്ലാം തന്നെ റെഡിലാണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. ഇന്ന് നമുക്ക് ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസമാണ്. സോ നിഫ്റ്റിയുടെ എക്സ്പയറി ദിവസത്തിൽ നമുക്ക് നോ ട്രേഡ് സോൺ ആദ്യം ഡിഫൈൻ ചെയ്യാൻ നോക്കാം. യെസ്റ്റർഡേ ഹൈ മുതൽ ബോട്ടം CPR വരെയാണ് നോ ട്രേഡ് സോണായിട്ട് ഡിഫൈൻ ചെയ്ത് വയ്ക്കേണ്ടത്. ഇതിൻ്റെ ഇടയിൽ എൻട്രി പ്ലാൻ ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം 23,737 മുതൽ 714 വരെ ഏകദേശം 20 പോയിൻറ്റിൻ്റെ ഒരു 766 മുതൽ 714 വരെ ഏകദേശം ഒരു 50 പോയിൻറ്റിൻ്റെ സോണാണ് നോ ട്രേഡ് സോണായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചിട്ടുള്ളത്. ദെൻ
മാർക്കറ്റ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഇവിടെ നല്ലൊരു യെസ്റ്റർഡേ ലോയിൽ ഒരു സൂപ്പർ സപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. 23,663 657 സോണിൽ നല്ലൊരു സപ്പോർട്ട് മാർക്കറ്റ് എടുക്കാൻ സാധ്യതയുണ്ട്. ദെൻ ഇന്ന് ഒരു ഏറ്റവും താഴോട്ട് പോവുകയാണെങ്കിൽ 23,559 അല്ലെങ്കിൽ 532 ഇതിൻ്റെ ഇടയിൽ വെച്ചിട്ട് മാർക്കറ്റിൽ ഒരു സപ്പോർട്ട് എടുത്ത് മാർക്കറ്റ് മുകളിലോട്ട് പോകും. റെയർ കേസിൽ അവിടെ നിന്ന് പൊട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്രയുണ്ട് എന്നുള്ളത് പറയാൻ സാധിക്കില്ല. ഇവിടെ നിന്ന് പൊട്ടില്ല എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ പോലും 23,657 ആ ലെവലിലായിരിക്കും ഇന്ന് ഓപ്പണിംഗ് ഉണ്ടാവുക. എന്താ പറയുക, ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണെങ്കിൽ കേട്ടോ. ഇന്ന് മാർക്കറ്റ് 23,896 വരെ ഹൈ പോയേക്കാം. ദെൻ അതും പൊട്ടിക്കഴിഞ്ഞാൽ 23,925 വരെ മാർക്കറ്റ് ഇന്ന് കയറിപ്പോകാൻ സാധ്യതയുണ്ട്. സാധ്യത മാത്രമാണ്, അത് ഉറപ്പിച്ച് കാത്തിരിക്കരുത്. അങ്ങനെ പോകുന്നുണ്ടെങ്കിൽ അവിടെ വരെ പോവും എന്നുള്ളത് റാസ് ലെവൽസ് നിങ്ങൾക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. സോ അതൊന്ന് ഉപയോഗപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഒന്നുകിൽ 23,896 ഹൈ കിട്ടും, അല്ലെങ്കിൽ 23,559 ലോ കിട്ടും. രണ്ടിലേതെങ്കിലും ഒന്ന് മാർക്കറ്റ് നമുക്കിന്ന് ടച്ച് ചെയ്ത് കാണിച്ചു തരുന്നതായിരിക്കും. സോ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കുള്ളത്. കൂടുതൽ വിശേഷങ്ങളും വാർത്തകളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ പരമാവധി സപ്പോർട്ട് ചെയ്യുക. ഒരു നോൺ പ്രോഫിറ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. അതിന് നിങ്ങളുടെ സഹകരണം, നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ മോട്ടിവേഷൻ ഉറപ്പാക്കുക. കാശ് കിട്ടുന്നുണ്ടെങ്കിൽ ആരും എന്ത് പറഞ്ഞാലും ഒരാളും ആ പരിപാടി നിർത്തില്ല. നമ്മൾ സാലറിക്ക് ജോലി ചെയ്യുന്നത് പോലെയാണെങ്കിൽ ഒരിക്കലും ആരെന്ത് പറഞ്ഞാലും ആ ഒരു പരിപാടി നിർത്തില്ല. പക്ഷേ ഇത് ഒരു മോട്ടിവേഷൻ ഇവിടെ എനിക്ക് ആവശ്യമാണ്. മോട്ടിവേഷൻ ഇല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ പറ്റില്ല. സോ നിങ്ങളുടെ സപ്പോർട്ട്, നിങ്ങളുടെ മോട്ടിവേഷൻ കൂടെ ഉണ്ടാവണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. താങ്ക് യു വെരി മച്ച്.